ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വീടിൻ്റെ അകത്ത് നമ്മൾ ബാത്റൂമിൻ്റെ ഏരിയയിൽ കൊടുക്കുന്ന ഡൈവേർട്ടർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുക എങ്ങനെ കൊടുക്കേണ്ടതെന്ന്. ഇപ്പോൾ MRP നോക്കിക്കഴിഞ്ഞാൽ 3800 MRP കൊടുത്തിരിക്കുന്നത്. അതായത് ജാഗ്വറിൻ്റെ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഹൈ ഫ്ലോ ആണ് വരുന്നത്. ഹൈ ഫ്ലോ ഡൈവേർട്ടറാണ് വരുന്നത്. ഈ ഡൈവേർട്ടറാണ് നമ്മൾ സാധാരണ ടാപ്പിനും പകരമായിട്ട്, അതായത് 2 ടാപ്പുകൾക്ക് ഉപയോഗിക്കുന്നതിനും പകരമായിട്ട് മിക്സഡ് ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒറ്റ ലിവർ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസാണ് വരുന്നത്. 4 ഔട്ട്ലെറ്റ് പോലെ വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യാം. ഈ നമ്മൾ 4 നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ് സൈഡ്, അതായത് നമ്മൾ സ്പൗട്ട് താഴേക്കായിട്ടും ഷവറിൻ്റെ ഓപ്ഷൻ മുകളിലേക്കായിട്ടും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ട് വാട്ടറാണ് ഉദ്ദേശിച്ചത്. അതായത് ലെഫ്റ്റ് സൈഡ് ഹോട്ട് വാട്ടർ, അതായത് ഇങ്ങനെ പിടിക്കണം. അതായത് ഈ പറയുന്ന ലെവലിൽ ലെഫ്റ്റ് സൈഡ് ഹോട്ട് വാട്ടർ, റൈറ്റ് സൈഡ് നമുക്ക് പച്ചവെള്ളം വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഏറ്റവും ഔട്ട്ലെറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്പൗട്ട്, മുകളിൽ ഷവറിൻ്റെ ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ അത് കറക്റ്റായിട്ട് നമ്മൾ കണ്ടു. അതായത് നമ്മൾ ടൈലിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ടൈലിൻ്റെ ഫിനിഷിങ് കാര്യങ്ങൾ ഇപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടൈൽ ഫിനിഷിങ് മിനിമം മാക്സിമം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാസിൻ്റെ ടൈപ്പാണ് MT ആണ് ഉപയോഗിക്കുന്നത്. ബ്രാസ് ടൈപ്പ് MT ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വർഷങ്ങളോളം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കംപ്ലയിൻറ്റ് കാര്യങ്ങളില്ലാതെ കിടക്കുന്നതിന് ബ്രാസിൻ്റെ ടൈപ്പ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. CPVCയുടെ തന്നെ നോർമൽ ലെവലിൽ വരുന്നുണ്ട്, അത് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് ഇത്തിരി പൈസ മുടക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കൺസീൽ ചെയ്ത് അകത്ത് പോകുന്നതുകൊണ്ട് ലീക്ക് വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ബ്രാസിൻ്റെ ടൈപ്പ് MT ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈൽ ഫിനിഷിംഗ് ഉണ്ട്. ടൈൽ ഫിനിഷിംഗ് മിനിമം മാക്സിമം ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാഗ്വറിൻ്റെ ആണെങ്കിൽ ഏത് മെറ്റീരിയലും കറക്റ്റ് ഫിനിഷിംഗ് ലെവൽ തന്നെ കറക്റ്റ് മിനിമം മാക്സിമം വെച്ചില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡൈവേർട്ടർ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പുറത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് അകത്തേക്ക് പോകും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തിടുന്ന അതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് ഭിത്തിയോട് ചേരാതെ വരും. പിന്നീടായിരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് ബാത്റൂം ഫിറ്റിങ്സ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ പ്ലേറ്റ് അതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇടുന്ന സമയത്ത് എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പുഷ് ബട്ടണിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കും. അതായത് പുറത്തേക്ക് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഡൈവേർട്ടർ, അപ്പോൾ പിന്നെ ഭിത്തിയോട് ചേരാത്തൊരവസ്ഥ വരും. പിന്നെ നമ്മൾ ആ ഷീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോവുള്ളൂ. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അത് പല ടൈപ്പും പലതാണ്. ഇപ്പം നമ്മൾ ജാഗ്വറാണ് കണ്ടത്. സെറയുടെ ടൈപ്പ് വരുന്നുണ്ട്. സെറയുടെ കുറച്ചുകൂടി അകത്തേക്കാണ് കയറിയിരിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ വരുന്നുണ്ട്. പല മോഡൽസ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഡൈവേർട്ടറിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ വരുന്നുണ്ട്. അതായത് കറക്റ്റായിട്ട് നമുക്ക് ചൂട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഡ്രോബാക്സ് കൂടിയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് തീർച്ചയായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇത് നോർമൽ ഡൈവേർട്ടറാണ്. അല്ലാത്ത ഡൈവേർട്ടർ വരുന്നുണ്ട് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈവേർട്ടർ ഉപയോഗിക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ഡൈവേർട്ടറിലൂടെ നമുക്ക് പുറത്തേക്ക് ഷവറിലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം താല്പര്യം തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.